വായിച്ചതല്ലേ നേരത്തെ നിങ്ങൾ ഫുള്ളായിട്ട്? റെസ്പോണ്ട് ചെയ്യണം പ്ലീസ്. ലക്ഷ്മി ഒരു റീറ്റെയിൽ ട്രേഡറാണ്. നീഡ് എന്താവശ്യമുണ്ട്? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ഫൈനൽ അക്കൗണ്ട് ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. സോറി, ലക്ഷ്മി ആരാണ്? നീഡ് ഫൈനൽ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് ബാങ്ക് ലോൺ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ ആവശ്യം നിങ്ങൾ കേട്ടണം. പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയും. പ്രൊജക്റ്റഡ് ഫൈനൽ അക്കൗണ്ട് അതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ഇത്ര സെയിൽസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന അത് സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവർക്ക് എന്ത് കാണിച്ചു കൊടുക്കണം? അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ട്രേഡിംഗ് ചെയ്യുന്ന അക്കൗണ്ട് കാണിച്ചു കൊടുത്താൽ അവർക്ക് എത്രത്തോളം ബിസിനസ്സിന് ആസ്തിയുണ്ട്, സെയിൽസ് എത്ര ഉണ്ട്, പർച്ചേസ് എത്ര ഉണ്ട്, സ്റ്റോക്ക് എത്ര ഉണ്ട്, ക്യാഷ് ബാങ്കിലൊക്കെ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യുള്ളൂ? ഫണ്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്തായാലും സിംഗിൾ എൻട്രിയിലാണുള്ളത്. അവർക്കത് എന്ത് വേണം? ഡബിൾ എൻട്രിയിൽ ഫൈനൽ അക്കൗണ്ട് വേണം. However, she informed you that the principal double entry have not been followed. ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഡബിൾ എൻട്രി ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ കുറച്ച് ഇൻപുട്ട് തന്ന് എന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റൻ ആണ്. പക്ഷേ ഒരു ചെറിയ ടിസ്റ്റ് എവിടെ എടുക്കുന്നുണ്ട്? അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഈസി ആയിട്ട് പോകും. ഡീറ്റെയിൽസ് ഓഫ് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്, ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. ജേണൽ എൻട്രി പറഞ്ഞു പെട്ടെന്ന് എന്താ? ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ഡിവിഡൻഡ് ഓൺ പേഴ്സണൽ അക്കൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. എവിടെ പൈസ കൂടി? ബാങ്കിൽ. അപ്പം എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പേഴ്സണൽ, അഥവാ അയാളുടെ സ്വന്തം പേഴ്സണൽ, അഥവാ ഞാൻ എക്സാമ്പിൾ പറയാം. അനൂപ് സാറുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ അനൂപ് സാർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഫിൻസിൻ്റെ ഫണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഫണ്ട്. അദ്ദേഹത്തിൻ്റെ ഫണ്ട് വരുമ്പോൾ പ്രൊഫിൻസിൽ നിന്ന് കിട്ടിയ പൈസ ആയിരിക്കും. അത് വേറെ നോക്കാൻ പറ്റില്ലല്ലോ. ആളുടെ അക്കൗണ്ട് ബാലൻസ് ഇല്ലേ, പേഴ്സണൽ അക്കൗണ്ട് ബാലൻസ്, അതിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഷെയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാരുതിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എത്ര രൂപ ഡിവിഡൻഡ് കിട്ടി? 250 രൂപ ഡിവിഡൻഡ് കിട്ടി. ആ ഡിവിഡൻഡ് എവിടേക്ക് അയച്ചു? പ്രൊഫിൻസിലേക്ക് അയച്ചു. എന്താ സംഭവം മനസ്സിലായ? എന്താ നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ എന്ത് കോമൺ സെൻസ് അപ്ലൈ ചെയ്തു? എടോ, ഡിവിഡൻഡ് ആയിക്കോട്ടെ, എന്ത് തേങ്ങ ആയിക്കോട്ടെ, ഫണ്ട് കൊണ്ടുവന്നില്ലേ? ഓണർ ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവന്ന എന്തെന്നതിന് പറയാ? ക്യാപിറ്റൽ. ഇത്രയേ ഉള്ളൂ. എൻട്രി ചെയ്താ വരാ? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ. എഴുതി വെച്ചോ. ഞാൻ എഴുതി വെക്കാം, ഞാൻ മറക്കൂല. നിങ്ങൾ മറക്കൂല, അതുകൊണ്ട് എഴുതണമെന്നില്ല. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഏതാണ്? ക്യാപിറ്റൽ. 250. ഓക്കെ. അടുത്തതാ ട്യൂഷൻ ഫീ ഓഫ് ലക്ഷ്മിയുടെ ഡോക്ടർ പെയ്ഡ് ബൈ ചെക്ക്. എൻട്രി എന്താ? ട്യൂഷൻ ഫീ അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. ലക്ഷ്മിയുടെ മോളുടെ പൈസ, മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതാ? ഡ്രോവിങ്സ്. എൻട്രി എന്താ വരാം? ഡ്രോവിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. ചെക്ക് ആയിരുന്നു 4,500. ഇതൊക്കെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. അടുത്ത് റെന്റ് ഫോർ ദ ഇയർ ബൈ ചെക്കാണ്. എൻട്രി എന്താ? റെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു. അതൊന്നും എഴുതി വെക്കുന്നുണ്ടല്ലോ. അടുത്തത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ. എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഡെപ്റ്റേഴ്സ്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 40,420. അതിലൊരു മിസ്സിംഗ് ഉണ്ട്. ബൈ ചെക്കാണ് എഴുതിച്ചത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്കാണ്. ബൈ ചെക്ക്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ബൈ ചെക്കാണ്. സാലറി, അപ്പോൾ പ്രശ്നം ചിലപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. സാലറി വേജസ് പെയ്ഡ് ഇൻ ക്യാഷ്. അപ്പോൾ എന്താ? സാലറി ആൻഡ് വേജസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ട്രാൻസ്പോർട്ടേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഓഫീസ് ഇലക്ട്രിസിറ്റി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഇലക്ട്രിസിറ്റി ഹൗസ് ആണ്, ഹൗസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഇത് ചോദിച്ചോ? ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. അടുത്ത ജനറൽ എക്സ്പെൻസ് ഇൻ ക്യാഷ്. എന്താ? ജനറൽ എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക്, ബാങ്ക്, ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. She also informed you that she draws 6,000 from bank on monthly basis and some debtors deposit check directly by bank. Wow, that's a great one.
ചില ആളുകൾ നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തരാനുള്ള പൈസക്ക് തരാനുള്ള ഡെപ്റ്റേഴ്സ് ഡയറക്റ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 6,000 രൂപ കാണാതെ പോയത് ദിസ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ഡ്രോയിങ്സ്. ഓക്കെ അല്ലേ? ഷീ ഓൾസോ ഇൻഫോം ദാറ്റ് ഡ്രോ 6,000 ഫ്രം ബാങ്ക് ഓൺ മന്ത്ലി ബേസിസ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് എത്രയുണ്ട്? ഒരു വർഷത്തെ ഗ്യാപ്പില്ലേ? അപ്പോൾ 12 മാസം എന്ത് ചെയ്തിട്ടുണ്ടാവും? 6,000 രൂപ വെച്ച് വിഡ്രോ ചെയ്തിട്ടുണ്ടാവണം മന്ത്ലി. ഓക്കെ. എന്താ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്? ട്രേഡിംഗ് ചെയ്യാൻ അക്കൗണ്ട് നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ നമുക്ക് ഏതൊക്കെ അക്കൗണ്ട് വേണ്ടി വരും ഒന്ന് പറഞ്ഞേ. ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് നിർബന്ധമാണ്. പിന്നെ ക്യാഷും വേണം, ബാങ്കും വേണം. ഇതാണ് പറയുന്നുള്ളത്. പിന്നെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വേണം. എന്ത് വേണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഓക്കെ അല്ലേ? എന്ന് വരയ്ക്കാം. യെസ്. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം മക്കളെ, ക്യാപിറ്റലും വരയ്ക്കാം. ഓക്കെ, എന്തായാലും എന്നെ ഫോളോ ചെയ്തോളൂ, പെട്ടെന്നാവട്ടെ വരയ്ക്കുന്നത്. ആദ്യം ട്രേഡിംഗ് പി എൽ അക്കൗണ്ട് വരയ്ക്കാം. ബാലൻസ് ഷീറ്റ്, ക്യാഷും ബാങ്കും ഒന്നായിട്ട് വരയ്ക്കണ്ടേ, കൺഫ്യൂഷൻ വരും. സെപ്പറേറ്റ് ചെയ്തോ. ഓക്കെ അല്ലേ? ഒന്നായിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, നോ പ്രോബ്ലം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ക്യാഷിലൊക്കെ ഉണ്ട്, കുറച്ച് ട്രാൻസാക്ഷൻ ഉണ്ട് കേട്ടോ. ക്യാഷിലൊക്കെ കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ. ബാങ്കിലും കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, പിന്നെ ഇയാളുടെ ക്യാപിറ്റലും വരച്ചോ. കുറേ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, ക്യാപിറ്റൽ വരയ്ക്കണം എന്നുണ്ടോ ചോദിച്ചാൽ വേണമെന്നില്ല. സാധാരണ നമ്മൾ ക്യാപിറ്റൽ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആഡ് ചെയ്യും, ഡ്രോയിങ്സ് എന്ത് ചെയ്യുക? ലെസ്. ഇത് കുറേ തവണ ഡ്രോയിങ്സ് ഒക്കെ ഇല്ലേ, നിങ്ങൾ ജേണൽ എൻട്രി എഴുതില്ലേ ഓരോ തവണ? അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് പോസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ അതിന് എന്തും കൂടെ വരയ്ക്കാം? ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ വരയ്ക്കാം. ലാസ്റ്റ് ഒരു സ്റ്റോക്ക് അക്കൗണ്ടും കൂടെ വരച്ച് വെച്ചോളൂ. സ്റ്റോക്ക് അക്കൗണ്ടും കൂടെ എന്തിനാന്നൊക്കെ പിന്നെ പറയാം. ഫസ്റ്റ് അക്കൗണ്ട് ട്രേഡിംഗ് P&L അക്കൗണ്ട്. ട്രേഡിംഗ് P&L അക്കൗണ്ട് ഏതാ? ഫോർ ദ ഇയർ എൻഡ്. ഒന്ന് പറയാം. ഇയർ എൻഡ് 31st March 2023. ഡെബിറ്റ് ക്രെഡിറ്റ് പർട്ടിക്കുലർ റുപ്പീസ് ഒക്കെ എഴുതാം. അടുത്ത് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2023. liabilities, assets.
ഇനി ക്യാഷ് അക്കൗണ്ട്. ആദ്യം ബാങ്ക് തന്നുണ്ട്, അപ്പോൾ ആദ്യം ബാങ്ക് അക്കൗണ്ട് ആക്കാം. ബാങ്ക് അക്കൗണ്ട് ആദ്യം വരയ്ക്കുക. ഡെബിറ്റ് ക്രെഡിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. ലാസ്റ്റ് ചെയ്തും കൂടെ വരച്ച് വെക്കാം. സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ക്യാപിറ്റൽ ഉണ്ടല്ലോ. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും വരയ്ക്കാം മക്കളെ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും വരയ്ക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റലേ അതിൽ കണ്ടെത്തണ്ടേ? ഓക്കെ. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണാതെ ചെയ്യണ്ടേ? നമ്മളിപ്പോൾ വരച്ചില്ല, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, അപ്പോൾ വരക്കും. ലയബിലിറ്റീസും അസറ്റും. ഓക്കെ അല്ലേ? ഹെഡിങ് ചെയ്തില്ല? സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ ആസ് യൂഷ്വൽ ഒരു തലക്ക് നോളണം. ഓക്കെ. അതിന് മുൻപേ നമുക്ക് ആ ബാലൻസുകളുടെ അക്കൗണ്ടുകളുടെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് കൊണ്ട് എഴുതി വെക്കാം. ആദ്യം എഴുതി വെക്കാം.
അപ്പോൾ അത് എവിടെ കാണണം? ആ ടേബിളിലുള്ളത് അല്ലേ? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. മക്കളെ നന്നായി റെസ്പോണ്ട് പോവാൻ നിൽക്കല്ലേ, പോകുന്നൊരു ആവേശം വരട്ടെ, പോകുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ ലാസ്റ്റ്. അപ്പോൾ അവർ ഹാപ്പിനെസ് കയറ്റിയിട്ടെങ്കിലും റെസ്പോണ്ട് ചെയ്യും. സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലേ അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് എവിടെ എഴുതാം? സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതാം അല്ലേ? എഴുതിക്കോ. ടു ബാലൻസ് ബ്രോഡ് ഔട്ട്. സ്റ്റോക്കിൽ ടു ബാലൻസ് എവിടെ നിന്ന് എടുക്കുന്നത് മനസ്സിലല്ലേ? ക്വസ്റ്റിൻ്റെ ടേബിളിൽ നിന്നാണ് എടുക്കുന്നത് മോനെ. ടേബിൾ എവിടെ? അതന്നെ ആ ടേബിൾ ഏതാണുള്ള ക്വസ്റ്റിലും? പെട്ടി കള്ളി ഒന്ന് കാണിച്ചു കൊടുത്തോ. ആ അതെ, അതിൽ ഫസ്റ്റ് ആയിട്ട് ഏതാ? സ്റ്റോക്ക്. എത്രയുള്ളത്? 42,500. ക്ലോസിംഗ് എങ്ങനെ എഴുതാം? ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് 42,500. ആ ഓക്കെ, അതിനെ എഴുതി വെക്കരുത്, വ്യത്യസ്തമാവും. ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, അത് ഒരേപോലെ ആവും കേട്ടോ. പക്ഷെ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, ഒരേപോലെ ആവണമെന്നില്ല. ഓക്കെ, ഇന്ന് പോരാ. ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളിൽ എഴുതണം അല്ലേ? ഇനി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന് പകരം ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. 42,500 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ അസറ്റ്സ് സേവ്ഡ് സ്റ്റോക്ക്. ഓക്കെ, ദെൻ 22,500 എവിടെയാണ്? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ. അസറ്റ്സ് സേവ്ഡ്. സ്പീഡാക്കിടാം, തീർക്കണം നമുക്ക്. സ്റ്റോക്ക് 22,500 അല്ലേ? ഇനി എവിടെ എഴുതണം? എന്തൊക്കെ ചെയ്യണ്ട? ട്രേഡിങ്ങിൽ അല്ലേ? പറയുന്നത് അല്ല പറയാമെന്ന്. ഓക്കെ, യെസ്. അപ്പോൾ ട്രേഡിങ്ങിൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. കുറേ സ്ഥലത്ത് എഴുതണം അല്ലേ? ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര? 42,500. പിന്നെ സെയിൽസ് എഴുതാനുള്ള സ്ഥലം വിട്ട് അല്ലേ? ബൈ ഏതാ? ക്ലോസിംഗ് സ്റ്റോക്ക് 22,500. അത്ര സ്ഥലത്ത് എഴുതിയല്ലേ നമ്മൾ സംഭവം. അടുത്ത ബാങ്ക് അല്ലേ? നേരെ ബാങ്കിലേക്ക് പോവാം. ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റിൽ ടു ബാലൻസ് ബ്രോഡ് ഓൺ. മക്കളൊക്കെ നല്ല കുട്ടികളല്ലേ നിങ്ങൾ? യെസ്, ഗ്രേറ്റ്, മാഷാഅല്ലാഹ്. റബ്ബ് നിലനിർത്തി തരട്ടെ. 55,500. എന്നിട്ട് അത് ബൈ എന്തെഴുതണം? ബാലൻസ് ക്യാരി ഡൗൺ എമൗണ്ട് 20,500. ഇനി എവിടെ എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ്. ഓപ്പണിംഗ് അല്ല, എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് 55,500 എഴുതാം. 55,500 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ എഴുതാം. എന്ത് പറഞ്ഞ് എഴുതാം? ബാങ്ക് അല്ലേ? ക്യാഷ് ആൻഡ് ബാങ്ക് വേണമെങ്കിൽ എഴുതാം. ഓപ്പണിംഗ്. ഇനി നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എത്ര എഴുതാം? ക്ലോസിംഗ് എമൗണ്ട് എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ബാങ്ക് എന്ന് പറഞ്ഞ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് മാത്രം അക്കൗണ്ടുകൾ കുറച്ച് എന്തുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഞാൻ നോട്ട് എഴുതി തരാം. അത് മാത്രമേ ഇവിടെ ട്വിസ്റ്റ് ഉള്ളൂ. ബാങ്ക് എത്ര എമൗണ്ട് വരുന്നത്? 20,500. സ്പീഡാക്കട്ടെ. ദെൻ അടുത്തേതാണ് ക്യാഷ്. ക്യാഷിൻ്റെ അക്കൗണ്ട് ഉണ്ട്. ഒരു പണി തോ, ബാലൻസ് ഷീറ്റിലെപ്പോഴുള്ളത്? ഇപ്പോൾ ബാലൻസ് ഷീറ്റിലല്ലേ ഉള്ളത്, അവിടെ തന്നെ എന്ത് ചെയ്തിരിക്കും? ക്യാഷ് എഴുതി പോയിക്കും. ക്ലോസിംഗിൽ എമൗണ്ട് എഴുതുന്നത് ക്യാഷ് 10,500. നേരെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലും ക്യാഷ് എഴുതിക്കും. സ്പീഡ് 10,850. ഇനി നേരെ ക്യാഷിൽ ടു ബാലൻസ് ബ്രോഡ് ഓണും ബൈ ബാലൻസ് ക്യാരി ഓൺ. ടു ബാലൻസ് ബ്രോഡ് ഓൺ 10,850. അവസാനം ബൈ ബാലൻസ് ക്യാരി ഡൗൺ 10,500. പറ്റുമെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വിടാം. ഇനി കഴിയുന്നില്ല നിങ്ങളൊന്ന് ബാക്കി കണ്ടാക്കും, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യാം. നോക്കട്ടെ, ഡിഫറൻസ് കഴിഞ്ഞു. അടുത്ത ഡെപ്റ്റേഴ്സ് ഒന്നും നോക്കണ്ട, എവിടെയൊക്കെ വേണം ഈ പറയുന്ന പോലെയൊക്കെ എഴുതണ്ടേ?
ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഡെപ്റ്റേഴ്സ് എഴുതാം. ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗിൽ എഴുതാം. എത്ര എമൗണ്ട്? 16,800. സ്പീഡോട്ടെ. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ 16,800. ഇനി ബാലൻസ് ഷീറ്റ് പോയിട്ട് എത്ര എഴുതാം? ഡെപ്റ്റേഴ്സ് എത്ര വരുന്നത്? 14,800. പറഞ്ഞു. ഇനി ഏത് അക്കൗണ്ടിൽ പോകണം? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബാലൻസ് ബ്രോഡ് എത്രയാ? 16,800 ബൈ ബാലൻസ് ക്യാരി ഡൗൺ 14,800. അടുത്തായിട്ടും ക്രെഡിറ്റേഴ്സ് ഇതേപോലെ തന്നെ ചെയ്യാം. അടിയിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇല്ലേ, അവിടെ തന്നെ പോസ്റ്റ് ചെയ്തൂടെ? ക്രെഡിറ്റേഴ്സിൽ ബൈ ബാലൻസ് ബ്രോഡോൺ തെറ്റരുത്. ബൈ ആണ് വരിക, കാരണം ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. 15,600. പിന്നെ 22,800 എന്ത് പറഞ്ഞു എഴുതണം? ടു ബാലൻസ് ക്യാരി ഡൗൺ. നേരെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും അത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 15,600. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോവാം. അവിടെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഒരു സ്പേസ് ചെയ്തിന് വിടണം, ക്യാപിറ്റലിൽ വിട്ടോളൂ. അതിന് കൂടിയാൽ എന്ത് ചെയ്യണം? കുറയണ്ട. ഇനി എന്തെങ്കിലും ഒരു ഐറ്റം എഴുതാനാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് എഴുതിയാൽ മതിയല്ലോ ക്രെഡിറ്റേഴ്സിൻ്റെ. എത്ര ക്ലോസിംഗ് വരുന്നത്? 22,800. ലാസ്റ്റ് ഐറ്റം ഏതാ? ഇൻവെസ്റ്റ്മെന്റ്. മക്കളെ അതിന് അക്കൗണ്ട് ഉണ്ടാ? ഇല്ല. അത് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും സെയിം ആണ്. വിച്ച് മീൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ രണ്ടും കൊടുത്തിരുന്നണം. എവിടെയാ? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 15,000. ബാലൻസ് ഷീറ്റിലും എത്ര എഴുതണം? 15,000 എഴുതണം. ഇൻവെസ്റ്റ്മെന്റ് 15,000. ഇൻവെസ്റ്റ്മെന്റ് രണ്ടോടത്ത് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ജേണൽ പറയാം, പോസ്റ്റ് ചെയ്യാം. ജേണൽ പറയാം, പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ബൈ ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ടു ക്യാഷ് 3,500. ക്യാഷിലെന്താ? ബൈ ബാങ്ക് 3,500. ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. അപ്പോൾ ടു ക്യാഷും ബൈ ബാങ്ക്. അടുത്തായിട്ട് ഏതാ? ഇവിടെ അറിയാലോ എൻട്രി നമ്മൾ പറഞ്ഞത് എന്താ? ബാങ്കിലേക്ക് വരുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാപിറ്റൽ. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ക്യാപിറ്റൽ. ടു ക്യാപിറ്റൽ 250. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം അല്ലേ? അതിലെന്ത് എഴുതണം? ബൈ. ശ്രദ്ധിക്കണം കേട്ടോ. 1 മിനിറ്റ്. ഇവിടെ എക്സ്ക്യൂസ് മീ, ഇവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് കിട്ടും അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ഏതായിരിക്കും? ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്നാണ്. ഇറ്റ്സ് എ ലയബിലിറ്റി. അപ്പോൾ ഏത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ്. ആ എമൗണ്ട് എവിടുന്ന് കിട്ടും? നമുക്ക് എവിടുന്ന് കിട്ടും? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്തോളൂ അപ്പോൾ തന്നെ. ഓക്കെ, ഒന്ന് ബാലൻസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ക്യാപിറ്റൽ കിട്ടും. ബാലൻസിങ് ഫിഗർ ആയിട്ട് എത്ര വരും പറഞ്ഞാൽ മതി. ടോട്ടൽ പറയണ്ട, എനിക്ക് ബാലൻസിങ് ഫിഗർ പറഞ്ഞു. എത്ര? 1,00,000
24 No. 25,050 സെറ്റ് കറക്റ്റാണ്. 1,25,050. മക്കളെ ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചാൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെ എഴുതി വെച്ചു. ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസിംഗ് ഫിഗർ. എവിടെ എഴുതണം? ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫസ്റ്റിൽ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 1,25,050. 1,25,050. ഇനി നമ്മുടെ എൻട്രിയിലേക്ക് വരാം അല്ലെ. ക്യാപിറ്റൽ കൊണ്ടുവരുന്ന എൻട്രി എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. അപ്പോൾ എന്ത് എഴുതണം? ബൈ ബാങ്ക് 250. എഴുതിയോ? 250 എഴുതിയ. മക്കളെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു പറഞ്ഞേ? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് എഴുതി. രണ്ടാമത്തെ ഏതായിരുന്നു? ഡിവിഡൻഡ് ഓൺ പേഴ്സണൽ അക്കൗണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. എന്താ എൻട്രി വരെ? ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എന്ത് എഴുതണം? ടു ക്യാപിറ്റൽ. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് എഴുതണം? ബൈ ബാങ്ക്. ഓക്കെ. അടുത്തതാണ് ട്യൂഷൻ ഫീസ് ഓഫ്. എന്റെ ഉദ്ദേശം എന്താണ്? ഡ്രോയിങ്സ് ആണ്, ചെക്കാണ്. എൻട്രി എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഞാൻ ചോദിക്കട്ടെ, ഡ്രോയിങ്സ് ക്യാപിറ്റൽ കൂട്ടോ കുറയ്ക്കും? അപ്പൊ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണം? വളരെ ബേസിക് ആയിട്ടൊരു ലോജിക്ക് പറയട്ടെ. ക്യാപിറ്റൽ കൂട്ടുന്ന ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കുറയ്ക്കുന്നത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ 2 ഡ്രോയിങ്സ് എന്നാണ് എഴുതുക. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഒരു പോയിന്റ് പറയാം. ഒരു നോട്ട് എഴുതിയാൽ പ്ലീസ്. എക്സ്ക്യൂസ് മീ. നോട്ട് പറയട്ടെ. നോട്ട്. എക്സ്ക്യൂസ് മീ. നിങ്ങൾ നോട്ട് പറയട്ടെ. റിലേറ്റഡ് വിത്ത് ഏതാണ്? 0.33. നോട്ട് റിലേറ്റഡ് വിത്ത് 0.3. വിഡ്രോ ചെയ്താണ് എൻട്രി ആദ്യം എഴുതുക. എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. എമൗണ്ട് ഫീസ് എത്ര? 4,500. ക്യാഷാ? ചെക്ക് ആയിട്ടല്ലേ അല്ലേ? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ബാങ്ക്. അടുത്ത എക്സ്ക്യൂസ് മീ. ഈ ഡ്രോയിങ്സ് ഇനി ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എൻട്രി ഡ്രോയിങ്സ് ക്യാപിറ്റൽ കൂട്ടോ കുറയ്ക്കും. അപ്പോൾ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ വരാം? ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഡ്രോയിങ്സ്. എഴുതും 4,500. ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഡ്രോയിങ്സ്. ചിങ്ങമരെ നമ്മൾ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ അക്കൗണ്ടില്ലേ, അതിന് ഡ്രോയിങ്സിൽ SC-യില്ലേ, അതിനെല്ലാം പേര് നടക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. പോയിട്ട് ലെസ് ചെയ്യണോ? വേണ്ട. ഓക്കെ. അപ്പോൾ ഈ എൻട്രി ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ 2 എൻട്രി പോസ്റ്റ് ചെയ്യാണ്ട് ചുരുക്കി പറഞ്ഞത് അല്ലേ. ഒന്നേതാ? ഡ്രോയിങ്സ് ടു ബാങ്ക്. ഡ്രോയിങ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? അതിലൊന്നും ചെയ്യണ്ട. നേരെ ബാങ്കിൽ എന്ത് ചെയ്താൽ മതി? ബൈ ഡ്രോയിങ്സ്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് എഴുതണം? 2 ഡ്രോയിങ്സ്. വേഗം ബാങ്കിൽ ബൈ ഡ്രോയിങ്സ്. ബൈ ഡ്രോയിങ്സ് 4,500 അല്ലേ. ഇനി ക്യാപിറ്റൽ എന്ത് എഴുതണം? 2 ഡ്രോയിങ്സ് 4,500. പോസ്റ്റ് ചെയ്യാം.
പോസ്റ്റ് ചെയ്യും. അടുത്ത ട്രാൻസാക്ഷൻ റെന്റ് ഓഫ് ദ ഇയർ ബൈ എൻട്രി ചെയ്ത റെന്റ് അക്കൗണ്ട് ടു ബാങ്ക്. അപ്പൊ റെന്റ് നോക്കണം, ഡെബിറ്റ് എൻട്രി ഉറപ്പ് വരുത്തണം കേട്ടോ. റെന്റ് എവിടെയാ? റെന്റ് അക്കൗണ്ട് എവിടെ എഴുതേണ്ടതാ? P&L അല്ലേ? അപ്പൊ ട്രേഡിങ്ങിന്റെ കുറച്ച് ഐറ്റംസ് വിടുക, ഒരു 3-4 ലൈൻ വിട്ടിട്ട് ആദ്യത്തെ P&L ഐറ്റം ടു റെന്റ്. എമൗണ്ട് ഓൺലി 9,000. സിമ്പിൾ. ഓക്കെ അല്ലേ? കഴിഞ്ഞിട്ടില്ല. റെന്റിന്റെ എൻട്രി ഉണ്ട്. എന്താ? റെന്റ് അക്കൗണ്ട് ക്യാഷ്. ക്യാഷ് ആ ബാങ്ക്? ബാങ്ക്. അപ്പൊ നേരെ ബാങ്കിൽ എന്ത് എഴുതണം? ബൈ റെന്റ്. ബാങ്കിൽ ബൈ റെന്റ് 9,000. അടുത്തേക്ക് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഞാനിത് എന്താ? ക്യാഷ് ആണ്. ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടില് ടു ഡെപ്റ്റേഴ്സ് 52,500. ക്യാഷ് അക്കൗണ്ടിൽ ടു ഡെപ്റ്റേഴ്സ് 52,500. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എവിടെയാണ്? അവിടെ എന്ത് എഴുതണം? ബൈ ക്യാഷ് 52,500. ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ വായിച്ചോ. പേ ടു ക്രെഡിറ്റേഴ്സ് ബൈ ചെക്കാണ് നമ്മൾ പറഞ്ഞില്ലല്ലോ അല്ലേ? അസ്യൂം ചെയ്തല്ല, ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ആണ്. ബൈ ക്രെഡിറ്റ്, ഇത് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് മാത്രം തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്യാഷ് ആയിട്ടാണ് അസ്യൂം. ഓക്കെ അല്ലേ? ചെക്ക് പ്രത്യേകം പറയണം. അപ്പൊ പറഞ്ഞില്ലേ? എഴുതി വെച്ചില്ലേ? ഓക്കെ. അപ്പൊ എൻട്രി എന്താ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. അപ്പൊ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ആദ്യം ബാങ്കിലുണ്ട് എഴുതരുത്, നമ്മുടെ ശീലല്ല. നമ്മൾ ക്രെഡിറ്റേഴ്സിൽ കൊണ്ടുപോയിട്ട് ആദ്യം എഴുതും ടു ബാങ്ക്. ഡെബിറ്റിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യും. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. എത്ര എമൗണ്ട് വരുന്നത്? 4,00,025. 40,025. അടുത്തേതാ? ബാങ്കിലൂടെ എഴുതണം ബൈ എന്താണ്? ക്രെഡിറ്റേഴ്സ് 40,025. അറ്റ്ലീസ്റ്റ് പോസ്റ്റിംഗിൽ തീർക്കാം. അടുത്തേതാ? സാലറി പെയ്ഡ് ഇൻ ക്യാഷ് ആണ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? ക്യാഷ് ആണ്. സാലറി പെയ്ഡ് എൻട്രി എന്താ? സാലറി അക്കൗണ്ട് ടു ക്യാഷ്. അപ്പൊ ഒരു പണി, ആദ്യം തന്നെ സാലറി എവിടെ എഴുതാം? സാലറി ആൻഡ് ഏതാണ്? വേജ് ആണ്. അപ്പൊ ഇതിന് ഏതിന് പ്രയോറിറ്റി കൊടുക്കുക? സാലറി ഇവിടെ എഴുതണം P&L എഴുതാം ടു സാലറി ആൻഡ് വേജ്. എത്ര എമൗണ്ട്? 9,000. ക്യാഷ് ആയതുകൊണ്ട് ക്യാഷിന് എന്ത് എഴുതണം? ബൈ സാലറി ആൻഡ് വേജസ്. അടുത്ത ഐറ്റം പറയും ട്രാൻസ്പോർട്ടേഷൻ ഇൻ ക്യാഷ്. ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓൾറെഡി ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതിയില്ലേ? ഇനി അവിടെ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം? പർച്ചേസ് മീൻസ് ആണ്. ഇപ്പൊ 2 ലൈൻ വിട്ടിട്ട് എന്ത് എഴുതണം? ടു ട്രാൻസ്പോർട്ടേഷൻ. എമൗണ്ട് എത്രയാണ്? 2,750. ട്രാൻസ്പോർട്ടേഷൻ 2,750. നേരെ ക്യാഷ് അക്കൗണ്ടിൽ ബൈ അല്ല, ക്യാഷ് അല്ലേ? ബൈ ട്രാൻസ്പോർട്ടേഷൻ 2,750. കഴിയുമ്പോൾ ഓഫീസ് ഇലക്ട്രിസിറ്റി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. P&L ഡെബിറ്റ് ചെയ്യണം. നേരെ ഇപ്പോൾ P&L സാലറിയുടെ താഴെ ടു ഇലക്ട്രിസിറ്റി ചാർജ്. എമൗണ്ട് എത്രയാണ്? 7,200. അയ്യോ എന്നപ്പാ, അതേതാണ്? പേഴ്സണലാണ്. അതുകൂടെ എഴുതരുത്. അതിന്റെ ചാനൽ എൻട്രി എന്താ? ഓഫീസ് ഇലക്ട്രിസിറ്റി വേറെ അതുകൂടെ എഴുതാം. സോറി ശക്തി. ഓഫീസ് ഇലക്ട്രിസിറ്റി എത്ര എമൗണ്ട്? 6,600. ക്യാഷ് ആയിട്ടാണ്. അപ്പൊ ഇവിടെ പറയണം ക്യാഷ് ബൈ ഓഫീസ് ഇലക്ട്രിസിറ്റി 6,600.
by office electricity are correct. Then അടുത്ത item electricity house ആണ്. എൻ്റർ ചെയ്യുന്ന ഡ്രോയിങ്സ് കോണ്ടാക്ട് ടു ക്യാഷ്. അപ്പോൾ ക്യാഷിൽ എന്ത് എഴുതണം? ബൈ ഡ്രോയിങ്സ്. ക്യാഷിൽ ബൈ ഡ്രോയിങ്സ്. എമൗണ്ട് 7,200. പിന്നെ ഡ്രോയിങ്സ് എവിടെ എഴുതണം? ക്യാപിറ്റൽ. എന്തോരം എഴുതണം? 2 ഡ്രോയിങ്സ്. അത്ര 7,200. കുഴപ്പമില്ലല്ലോ. എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പാടോ? ഇല്ലല്ലോ, അത് ഡ്രോയിങ്സ് അല്ലേ. അടുത്ത് ജനറൽ എക്സ്പെൻസ് ഉണ്ട്. അത് P&L എഴുതണം. 2 ഓഫീസിന് താഴെ 2 ജനറൽ എക്സ്പെൻസ്. ഹൗ മച്ച്? 890. ജനറൽ എക്സ്പെൻസ് 890. ക്യാഷിൽ എന്ത് എഴുതണം? ബൈ ജനറൽ എക്സ്പെൻസ് 890. അഡ്ജസ്റ്റ്മെന്റുകൾ വായിക്കുമ്പോൾ ഒരു ഡ്രോയിങ്സും കൂടെ ഉണ്ട്. എവിടെ നിന്നാണ് ആ ഡ്രോയിങ്സ്? ബാങ്കിൽ നിന്നാണ്. എൻ്റെ എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ബാങ്ക്. അപ്പോൾ ബാങ്കിൽ എന്ത് എഴുതണം? ബൈ ഡ്രോയിങ്സ്. ബൈ ഡ്രോയിങ്സ്. ശ്രദ്ധിക്കണം, 6,000 അല്ല, ഇൻറ്റു എത്ര ഉണ്ട്? 12 മാസം ഉണ്ട് അല്ലേ? എത്ര വരും? 72,000 വരും. 72,000. മക്കളെ, ഇതേ ഡ്രോയിങ്സ് എവിടെ എഴുതണം? ക്യാപിറ്റൽ എഴുതണം. 2 ഡ്രോയിങ്സ് എത്രയാണ്? 72,000. Okay, that's all. നമ്മളിത് ബാലൻസ് ചെയ്യാൻ പോകണമെങ്കിൽ ബാലൻസ് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു നിങ്ങളെ പറഞ്ഞു. സ്റ്റെപ്പ് 1, പ്രിപ്പയർ നെസസറി അക്കൗണ്ട്സ്. അങ്ങനെ പറഞ്ഞാൽ ഏതാണ്? ട്രേഡിംഗ് PL അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, പിന്നെ ക്യാപിറ്റൽ. ഇത്രയും സാധനങ്ങൾ പ്രിപ്പയർ ചെയ്തു അല്ലേ? അത് നമ്മൾ ഇന്നലെ ചെയ്താണ്. സ്റ്റെപ്പ് 2. എന്നിട്ട് എന്താ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എന്താ? പോസ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്. പോസ്റ്റ് all items. Post all items to എവിടേക്കാണ്? above accounts. Post all items to above accounts. അല്ലേ? ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ഏതാ? 3. ആദ്യം ഏത് ബാലൻസ് ചെയ്യാൻ തീരുമാനിച്ചു? ബാങ്ക്. ഓക്കെ അല്ലേ? സ്റ്റോക്ക് അക്കൗണ്ട് ഉണ്ടല്ലേ? ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞില്ല, സ്റ്റോക്കും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. സ്റ്റോക്ക് അക്കൗണ്ട് ഇവിടെ സത്യത്തിൽ ആവശ്യമില്ല. ഓക്കെ അല്ലേ? എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. എങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് വരയ്ക്കാം, ഒരു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഏറ്റവും ലാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയാൽ പിന്നെ എനിക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ വേറെ അത് ലാസ്റ്റ് ചെയ്യാം അല്ലേ? സ്റ്റെപ്പ് 3 ഏതാ ബാലൻസ് ചെയ്യാൻ പോകണം? ബാലൻസ് പറയും bank account and the balancing figure. Balance bank account and the balancing figure will be അതെന്തായിരിക്കും? collection from എവിടുന്ന? debtors. Balancing figure will be collection from debtors. Collection from debtors. നമുക്ക് അപ്പോൾ ഒരു ജേണൽ എൻട്രി കിട്ടിയില്ല അവിടെ? എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അല്ല, ബാങ്ക് അല്ലേ? ബാങ്ക് അക്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യേണ്ടി? പോസ്റ്റ് ചെയ്യേണ്ടി വരും വേണ്ടേ? യെസ്. ഇതിലൊരു ഹൈഫട്ട് എഴുതാം. ദെൻ സെയിം പോലെ തന്നെ ട്രാൻസ്ഫർ ഇറ്റ് into
debtors account, then transfer it into debtors account. ഇത്രയും ചെയ്താലോ? ഇത്രയും ചെയ്യും. ബാങ്ക് എടുത്ത് എമൗണ്ട് കിട്ടി, എന്ത് എഴുതണം? ഡെപ്റ്റേഴ്സ്. അപ്പോൾ തന്നെ അവിടെ എൻട്രി. ഇനി ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതേ ബാലൻസിങ് ഫിഗർ എന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇത് ഏത് സ്റ്റെപ്പാ? സ്റ്റെപ്പ് 3 അല്ലേ? എന്താണ്? മക്കളെ, ഇനി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്താ ഞാൻ വേണ്ടി പറഞ്ഞ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൽ ബൈ ബാങ്ക് 86,775. ഓക്കെ, ഇങ്ങനത്തെ അക്കൗണ്ടിലേക്ക് പോകും അല്ലേ? ഏതാ? ക്യാഷ് അക്കൗണ്ട്. നിങ്ങളെ ബാലൻസ് ചെയ്തിട്ട് എത്ര എന്നാ പറഞ്ഞ്? സ്വാഭാവികമായിട്ടും ഇത് എന്തായിരിക്കും? എന്തെങ്കിലും ഹിന്റ് ഉണ്ടാന്ന് നോക്കി. ഇതുപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും എടുക്കുന്നത് നമുക്ക് പർച്ചേസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു പർച്ചേസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടും. അത് ഏത് പർച്ചേസാണ്? ക്രെഡിറ്റ് പർച്ചേസ്. അപ്പം ഇനി ഏതിനുള്ളൊരു സ്കോപ്പ് ഉണ്ട്? ക്യാഷ് പർച്ചേസ്. ഓക്കെ അല്ലേ? അപ്പം ഇത് എന്തായിട്ട് അസ്യൂം ചെയ്യാം? ക്യാഷ് പർച്ചേസ്. ക്യാഷ് പർച്ചേസ് വരുമ്പോൾ എന്താ ഞാൻ എന്നിട്ട് വരാം? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? ബൈ പർച്ചേസ് ബാലൻസിങ് ഫിഗർ. ബൈ പർച്ചേസ് ബാലൻസിങ് ഫിഗർ. നോട്ട് എഴുതല്ല. സ്റ്റെപ്പ് ഏതാ? ഇവിടെ എഴുതി വെച്ചാൽ ഈ പർച്ചേസിൻ്റെ അവിടെ സ്റ്റെപ്പ് ചെയ്ത് 4 എഴുതി വെക്കാം. സ്റ്റെപ്പ് 4 എഴുതല്ല. സ്റ്റെപ്പ് 4 എന്താ? ബാലൻസ്. ഏതൊക്കെ ബാലൻസ് ഉണ്ട്? ക്യാഷ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ എഴുതാം. ബാലൻസിങ് ഫിഗർ വിൽ ബി എന്തായിരിക്കും ബാലൻസിങ് ഫിഗർ? ക്യാഷ് പർച്ചേസ്. ഇതെവിടെ കാണിക്കേണ്ടത്? ക്യാഷ് പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കണ്ട. ഓക്കെ, എവിടെ കാണിക്കാം? ട്രേഡിങ്. ഹൈഫട്ട് എഴുതാം. ട്രാൻസ്ഫർ ടു. നോട്ട് എഴുത്. ട്രാൻസ്ഫർ ടു എവിടേക്കാ? ട്രേഡിങ് അക്കൗണ്ട്. ട്രാൻസ്ഫർ ടു ട്രേഡിങ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? നേരെ ആദ്യം എവിടെ പോവാം? ക്യാഷ് അക്കൗണ്ടിൽ എഴുതാത്തൊരു എഴുതിയില്ല. ക്യാഷ് അക്കൗണ്ടിൽ നേരെ ട്രേഡിങ്ങിൽ പോയിട്ട് 2 ഓപ്പണിംഗ് സ്റ്റോക്കിന് താഴെ 2 ശ്രദ്ധിക്കണം. 2 പർച്ചേസ് എഴുതിയിട്ട് 2 എഴുതണം. ഒന്നേതാ? ക്യാഷ്. പിന്നെ ഏതാ? ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല. എവിടെ നിന്ന് കിട്ടും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന്. ക്യാഷ് ഇപ്പം എടുക്കും. എത്ര എമൗണ്ട് പറഞ്ഞു? 22,900. 910. അടുത്തായിട്ട് ഏതാണ്? ഇല്ല, ക്രെഡിറ്റ്. നമ്മൾ ഈ അക്കൗണ്ട് ഇങ്ങനെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അല്ലേ? ഇത് ബാലൻസ് ചെയ്ത് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഏത് സെയിൽസ്? ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസിനുള്ള സ്കോപ്പ് ഉണ്ടാ? ഇല്ല. ഓക്കെ അല്ലേ? എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഇതുപോലെ ക്യാഷ് സെയിൽസ് ആയിട്ട് എടുത്തൂടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ക്വസ്റ്റിൽ ഈ ഹിന്റ് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഏതാ ഹിന്റ്? ഇങ്ങനെ പറഞ്ഞതാണ് ഡെപ്റ്റേഴ്സ് ഡെപ്പോസിറ്റ് ചെക്ക് ഡയറക്ട്ലി ഇൻ ബാങ്ക്. ഇനി
ചില എമൗണ്ട് ഇപ്പൊ ഡെപ്റ്റേഴ്സിന് 2 എമൗണ്ട് ഉണ്ട്. ഇതാ ഒന്നല്ല, അല്ല ക്യാഷ് ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ, ക്യാഷ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു അസംഷൻ ഉണ്ട്, എന്താ, ക്യാഷ് സെയിൽസ് ഇല്ല. ഓക്കെ അല്ലേ, എവിടെയും തന്നിട്ടുണ്ടോ ക്യാഷ് സെയിൽസ് ചിലോ, ക്യാഷിൽ ചിലോ സെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുക ഇല്ലല്ലോ, ഇല്ല. എന്തായാലും അപ്പൊ നോട്ട് ഏതാണ്, സ്റ്റെപ്പ് ഏതാണ്, നോട്ടല്ല, സ്റ്റെപ്പ് 5. ബാലൻസ്, എന്താ ബാലൻസ് ചെയ്യുന്നു, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ എഴുതാം. ബാലൻസിങ് ഫിഗർ വിൽ ബി എന്തായിരിക്കും, ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്. ഇത് ഞാൻ എവിടെ കാണിക്കണം, ക്രെഡിറ്റ് സെയിൽ ഷോണിൻ എവിടെയാ, ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് അക്കൗണ്ട്, ഷോൺ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. എഴുതല്ലേ, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്തോളൂ. എത്ര വരും, ശരിയാ, എത്ര, 2 സെയിൽസ് ബാലൻസിങ് ഫിഗർ 1,20,75 അല്ലേ, 137,275. നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ എഴുതാം, ബൈ സെയിൽസ് അല്ലേ, ട്രേഡ് അക്കൗണ്ട് ബൈ സെയിൽസ് 137,275. കഴിഞ്ഞല്ലേ, ഇനി ഏതാ അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പൊ സ്റ്റെപ്പ് ഏതാ, സ്റ്റെപ്പ് 6. അതിന് ഏത് കാലത്ത് എടുത്ത് നോക്കിയാൽ കിട്ടും, അതിനാണ് സ്റ്റെപ്പ് എഴുതുന്നത്. സ്റ്റെപ്പ് 6 ബാലൻസ്, ബാലൻസ് ഏത് അക്കൗണ്ടാ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബാലൻസ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ബാലൻസിങ് ഫിഗർ വിൽ ബി ഏതായിരിക്കും, ക്രെഡിറ്റ് പർച്ചേസ്, ഹൈപ്പർഡ് ട്രാൻസ്ഫേർഡ് ടു എവിടേക്കാ, ട്രേഡിംഗ് അക്കൗണ്ട്, ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ചെയ്തോ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ പോവാം. ബാലൻസ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എത്ര കിട്ടും, ബൈ പർച്ചേസ് 47,225 അല്ലേ, ഇതല്ലേ 47,225. നേരെ എഴുതാം, ട്രേഡിങ് 47,225. അടുത്ത അക്കൗണ്ട് പ്രോസസ് ഒക്കെ എഴുതിയിട്ട് ചെയ്യാം.
യെസ്, പറ. അടുത്ത അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല, ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ബാലൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നല്ല നോട്ട് എഴുതി. സ്റ്റെപ്പ് ഏതാ? 7. ബാലൻസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് to find out opening capital. Balance statement of affairs to find out opening capital. To find out opening capital. Hypothetical and transfer to. Transfer opening capital ഇവിടെ കാണിക്കാം capital account and transfer to capital account. ജന്നത്തുറങ്ങുകയാണല്ലോ, കാസ് കെട്ടുറങ്ങുകയാണല്ലോ. ജന്നത്തെ കുഴപ്പമില്ല, ഇത് കഴിഞ്ഞാൽ അത് 10 മിനിറ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറർ എടുക്കണം. പുതിയ സാധനം കുഴപ്പമില്ല കേട്ടോ. ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയില്ലേ? എന്നാ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓൾറെഡി ബാലൻസ് ചെയ്തിട്ടുണ്ട്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടൊക്കെ ഉണ്ട് അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതാ പറയും? അടുത്ത ഇനി ഏത് അക്കൗണ്ടാ? ഇല്ല, ക്യാപിറ്റൽ ഇല്ലേ. ക്യാപിറ്റൽ ബാലൻസ് ചെയ്യാം, എന്നിട്ട് ആ ബാലൻസ് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റില് ഇന്നർ കോളത്തിൽ കാണിക്കണം. ഇന്നർ കോളത്തിൽ കാണിക്കണോ? വേണം അല്ലേ, കാരണം ഡ്രോയിങ്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാല്ല, പക്ഷെ എന്ത് പ്രോഫിറ്റ് ഉണ്ട് ആഡ് ചെയ്യും, അതുകൊണ്ട് ഇന്നർ കോളത്തിൽ തന്നെ കാണിക്കണം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്താ അറിയോ, ഞാൻ പറയാം, ചെയ്യുന്നില്ല. ഈ P&L കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഇല്ലേ, എക്സ്ക്യൂസ് മീ, അത് ക്യാപിറ്റലിന്റെ കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ ഈ അക്കൗണ്ടിൽ ആഡ് ചെയ്താൽ പോരെ. എവിടെ ആഡ് ചെയ്യും? ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ പ്രോഫിറ്റ്? ക്യാപിറ്റലിൽ കൂട്ടുന്ന ഐറ്റംസ് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ബൈ P&L എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതിയാൽ മതി? ആ പ്രോഫിറ്റ് എഴുതിയ പോലെ. പിന്നെ ബാലൻസ് ചെയ്ത എമൗണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് എവിടെ എഴുതാം? ഔട്ടർ കോളത്തിൽ എഴുതാം. പക്ഷെ അത് പ്രാക്ടീസ് ഇപ്പോൾ തൽക്കാലം വേണ്ട, മനസ്സിലാക്കി. ടെക്സ്റ്റിലൊക്കെ പലയിടത്തും ചിലപ്പോൾ അങ്ങനെ കാണാറും ഉണ്ട്. യെസ്, അപ്പോൾ പറഞ്ഞോളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 8 അല്ലേ. എന്ത് ബാലൻസ് ചെയ്യണം? ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫർ ടു balance capital account and transfer to balance sheet. Transfer to balance sheet. Balance capital account and transfer to balance sheet. വേഗമാവട്ടെ. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ എത്ര കിട്ടും? 2 ബാലൻസ് ക്യാരി ഡൗൺ എമൗണ്ട് 41 എക്സാക്ട്ലി. ബാലൻസ് ഫിഗർ എഴുതാൻ മറക്കരുതേ പ്ലീസ്, പിന്നീട് പണി കിട്ടും. എല്ലാത്തിൻ്റെയും ബാലൻസ് ഫിഗറാണെങ്കിൽ അങ്ങനെ തന്നെ നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. അതില് ക്യാപിറ്റൽ ഇന്നർ കോളത്തിൽ എത്ര എഴുതാം? 41,600 പറ്റില്ലേ? ഇനി നേരെ എല്ലാം ഇനി ഒരേ ഒരു ഐറ്റം ഉള്ളൂ. ഏതാ? അക്കൗണ്ടിലൂടെ ഉണ്ടല്ലോ സ്റ്റോക്ക്. തൽക്കാലം അവിടെ നിൽക്കണേ, നമുക്കിപ്പോൾ ഇവിടെ കാൽക്കുലേഷനിൽ അതിന് എന്തില്ല, ആവശ്യമില്ല. പക്ഷെ ഒരു വേറൊരു നോളജിന് വേണ്ടിയും പിന്നെ പറയാം. എന്തായാലും ഈ ട്രേഡിംഗ് പിയിലെ എല്ലാ ഐറ്റംസ് ആയില്ലേ? ആയില്ലടാ. ആ, ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരും പറയും. എത്ര മോളെ? 44. ഇതിൽ അങ്ങനെയല്ല. ഇതൊക്കെ ഐറ്റംസ് ഒക്കെ വന്നിട്ട് സെയിൽസ് 1,37,275, 22,500, 42,500, 22,910, 47,225,
ട്രാൻസ്പോർട്ടേഷൻ. യെസ് ഒന്നുമില്ല. 44 എത്ര ഇല്ലേ? ഇവര് ട്രാൻസ്പോർട്ടേഷൻ ടെക്സ്റ്റിലെ P&L എടുത്തിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ്സ് എ മിസ്റ്റേക്ക് വി ഫൗണ്ട്. Country fellows. Net profit. What will be the net profit? I think 18,900. അതിനെ കറക്റ്റ് ആവുള്ളൂ. ടു നെറ്റ് പ്രോഫിറ്റ് നേരെ ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. പ്രോഫിറ്റ് 18,900. എന്നിട്ട് ടോട്ടൽ ചെയ്താൽ ഒരു ടോട്ടൽ കിട്ടും. അതാണ് നമ്മുടെ ടോട്ടൽ. ഡെപ്റ്റേഴ്സ് ഒക്കെ എഴുതിയല്ലേ, സ്റ്റോക്ക് എഴുതിയതൊക്കെ എഴുതിയിട്ടാണ് ടോട്ടലായി. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും എന്തും എഴുതാണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ. ഇത് ടോട്ടൽ ചെയ്ത് എത്ര കിട്ടുക? 41,600, 18,900. 60,500 പ്ലസ് 22,800 അടിച്ചാൽ 83,300. മറ്റൊടുത്ത് അത്ര തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ എൻട്രിയുടെ അവസാനത്തെ ക്വസ്റ്റ്യനും ചെയ്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കിട്ടുന്നില്ലേ?